ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2 ബൈബിൾ ക്വിസ്. 3-ാം നാൾ ഒരു കല്യാണം ഉണ്ടായത് എവിടെ? യോഹന്നാൻ 2:1. ഗലീലയിലെ കാനാവിൽ. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായതെന്നാണ്. യോഹന്നാൻ 2:1. യേശു നഥനയേലിനെ കണ്ടതിന്റെ 3-ാം നാൾ. ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് അവിടെ ഉണ്ടായിരുന്നതാര്? യോഹന്നാൻ 2:1. യേശുവിന്റെ അമ്മ. ആരെ ഗലീലയിലെ കാനാവിലെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു? യോഹന്നാൻ 2:2. യേശുവിനെയും ശിഷ്യന്മാരെയും. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ യേശുവിനോട് എന്തു പറഞ്ഞു? യോഹന്നാൻ 2:3. അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. കാനായിലെ കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിന്റെ അമ്മ പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്തായിരുന്നു? യോഹന്നാൻ 2:4. സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മ ശുശ്രൂഷക്കാരോട് എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 2:5. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. കാനായിലെ കല്യാണത്തിൽ എത്ര കൽപാത്രങ്ങൾ ഉണ്ടായിരുന്നു? യോഹന്നാൻ 2:6. 6. കൽപാത്രങ്ങളിൽ എത്ര പറ വീതം വെള്ളം കൊള്ളുമായിരുന്നു? യോഹന്നാൻ 2:6. 2-3 പറ വീതം. ആ കൽപാത്രങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? യോഹന്നാൻ 2:6. യഹൂദന്മാരുടെ ശുദ്ധീകരണത്തിന്. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞതാരാണ്? യോഹന്നാൻ 2:7. യേശു. ശുശ്രൂഷക്കാർ കൽപാത്രങ്ങളിൽ എവിടം വരെ വെള്ളം നിറച്ചു? യോഹന്നാൻ 2:7. വക്കോളം വെള്ളം നിറച്ചു. കൽപാത്രങ്ങളിൽ വെള്ളം വക്കോളം നിറച്ചപ്പോൾ യേശു ശുശ്രൂഷക്കാരോട് എന്ത് ചെയ്യാൻ പറഞ്ഞു? യോഹന്നാൻ 2:8. കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ. വീഞ്ഞ് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ ആർ അറിഞ്ഞില്ല? യോഹന്നാൻ 2:9. വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിക്കാറെ ആരെ വിളിച്ചു? യോഹന്നാൻ 2:9. മണവാളനെ വിളിച്ചു. കാനായിലെ കല്യാണത്തിൽ വിരുന്നുവാഴി മണവാളനെ എന്തു പറഞ്ഞാണ് പ്രശംസിച്ചത്? യോഹന്നാൻ 2:10. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതത്തെ എങ്ങനെയാണ് പരാമർശിക്കപ്പെട്ടത്? യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു എന്താണ് വെളിപ്പെടുത്തിയത്? യോഹന്നാൻ 2:12. അവൻ തന്റെ മഹത്വം വെളിപ്പെടുത്തി, അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ
ശിഷ്യന്മാർ എന്തു ചെയ്തു? യോഹന്നാൻ 2:12. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കാനായിലെ കല്യാണത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? യോഹന്നാൻ 2:12. കഫർന്നഹൂമിലേക്ക് പോയി. കാനായിലെ കല്യാണത്തിന് ശേഷം യേശു ആരോടൊപ്പം കഫർന്നഹൂമിലേക്ക് പോയി? യോഹന്നാൻ 2:12. യേശുവിന്റെ അമ്മ, അവന്റെ സഹോദരന്മാർ, അവന്റെ ശിഷ്യന്മാർ എന്നിവരോടൊപ്പം. യേശു യെരുശലേമിൽ പോയതെന്തിന്? യോഹന്നാൻ 2:13. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട്. യേശു യെരുശലേമിൽ ദേവാലയത്തിൽ ആരെയെല്ലാം കണ്ടു? യോഹന്നാൻ 2:14. കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും. യേശു എങ്ങനെയാണ് ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കിയത്? യോഹന്നാൻ 2:15. കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. പൊൻവാണിഭക്കാരോട് യേശു എന്തു ചെയ്തു? യോഹന്നാൻ 2:17. നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവ് വിൽക്കുന്നവരോട് യേശു എന്തു പറഞ്ഞു? യോഹന്നാൻ 2:16. ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്. യേശു ദൈവാലയം ശുദ്ധീകരിച്ചപ്പോൾ ശിഷ്യന്മാർ എന്ത് എഴുതിയിരിക്കുന്നതാണ് ഓർത്തത്? യോഹന്നാൻ 2:17. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനം 69 9. യേശു ദൈവാലയം ശുദ്ധീകരിച്ചപ്പോൾ യഹൂദന്മാർ യേശുവിനോട് എന്താണ് ചോദിച്ചത്? യോഹന്നാൻ 2:18. നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും? നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് യഹൂദന്മാർ ചോദിച്ചതിന് മറുപടിയായി യേശു എന്താണ് പറഞ്ഞത്? യോഹന്നാൻ 2:19. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. യെരുശലേം ദേവാലയം എത്ര സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു എന്നാണ് യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞത്? യോഹന്നാൻ 2:20. 46 സംവത്സരം. ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് യേശു പറഞ്ഞത് ഏത് മന്ദിരത്തെ കുറിച്ചാണ്? യോഹന്നാൻ 2:21. തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ച്. ഞാൻ 3 ദിവസത്തിനകം ദേവാലയം പണിയുമെന്ന് യേശു സംസാരിച്ചത് ശിഷ്യന്മാർ എപ്പോഴാണ് ഓർത്തത്? യോഹന്നാൻ 2:22. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചത് എന്തുകൊണ്ട്? യോഹന്നാൻ 2:23. യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട്. എന്തുകൊണ്ടാണ് യേശു പെസഹ പെരുന്നാളിൽ യെരുശലേമിലെ ജനങ്ങൾക്ക് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിക്കാഞ്ഞത്? യോഹന്നാൻ 2:24. എല്ലാവരെയും അറിയുന്നുണ്ട്. മനുഷ്യനെ കുറിച്ച് യേശുവിന് യാതൊരുത്തന്റെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നത് എന്തുകൊണ്ട്? യോഹന്നാൻ 2:25. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് യേശു സ്വതവേ അറിഞ്ഞിരിക്കെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.